മധ്യ തിരുവിതാംകൂറുകാരുടെ അത്തപ്പൂക്കളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തപ്പനാണ്. ആഘോഷത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ഈ ഓണത്തപ്പൻ. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലാണ് ഓണത്തപ്പൻ കൂടുതലായി നിർമ്മിക്കുന്നത്. വീട്ടമ്മമാരാണ് ഓണത്തപ്പനെ നിർമ്മിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഏരൂർ, തൃപ്പൂണിത്തുറ, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് ഓണത്തപ്പനും അനുബന്ധ വസ്തുക്കളും അധികമായി നിർമ്മിക്കുന്നത്. തൃപ്പൂണിത്തുറയുടെ വിവിധ മേഖലകളിൽ കുടിൽ വ്യവസായമാണിത്. വാമനമൂർത്തിയായും മഹാബലിയായും ഓണത്തപ്പനെ കരുതുന്ന ആളുകളുണ്ട്. ഓണത്തപ്പൻ മാത്രമല്ല, അതിനനുബന്ധമായി ഉരലും കല്ലും ദേവീരൂപവും ഒക്കെ പൂക്കളത്തിന്റെ ഭാഗമായി എത്തും. ഓണത്തിന് മാസങ്ങൾക്ക് മുൻപേ ഓണത്തപ്പന്റെ നിർമ്മാണം ആരംഭിക്കും. പാലക്കാട് നിന്ന് കൊണ്ടുവരുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് ഓണത്തപ്പൻ നിർമ്മാണം. ഓണത്തപ്പൻ ഉണ്ടാക്കണത് കളിമണ്ണിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാലക്കാട് നിന്നൊക്കെയാണ് കളിമണ്ണ് കൊണ്ടുവരുന്നത്. ഭയങ്കര പൈസയാണ്. ഒരു ലോഡ് ഇവിടെ വന്നതിന് ഒരു 30,000 രൂപ 40,000 രൂപ വേണം. പിന്നെ അതിൽ നിന്ന് എല്ലാവരും കുറേശ്ശെ മണ്ണ് വാങ്ങിക്കും. അതിൽ നിന്നാണ് ഞങ്ങൾ ഓണത്തപ്പൻ ഉണ്ടാക്കണേ. ഓണത്തപ്പൻ ഒരു 2 മാസം മുമ്പ് തുടങ്ങി ഉണ്ടാക്കി തുടങ്ങണം. എന്നാലേ ഓണത്തപ്പൻ ഉണങ്ങി ഇതുപോലെ നല്ല കളറാവുള്ളൂ. കളർ പെയിൻറ്റ് നേരത്തെ ഇഷ്ടിക കൊണ്ട് പൊടിച്ച് അതിൽ മുക്കുമായിരുന്നു. ഇപ്പം പെയിൻറ്റ്, ടെറാക്കോട്ട പെയിൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പൂശി ഭംഗിയാക്കി കൊണ്ടുപോകണത്. തണലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഓണത്തപ്പൻ ഉണക്കിയെടുക്കുന്നത്. വില കുറവാണ് ലഭിക്കുന്നതെങ്കിലും പാരമ്പര്യമായി നിരവധി ആളുകൾ ഇപ്പോഴും ഇത് ചെയ്തു പോരുന്നുണ്ട്. വില കിട്ടൂല, എത്ര ചോദിച്ചാലും വില തരില്ല. ഓണത്തിന് എന്തോരം പൈസ ആൾക്കാർ ചിലവാക്കണേ. പക്ഷേ ഓണത്തപ്പന് മാത്രം നമ്മൾ 200 രൂപ വെച്ചാൽ 200 രൂപ വേണമെന്നാണ് ചോദിക്കണേ. ഇതിനെപ്പറ്റി ആർക്കും അറിയാൻ പാടില്ല. ഇതിൻ്റെ മഹത്വം എന്താണ്? ഇതില്ലാതെ ഒരു കാര്യം നടക്കുകയുമില്ല. ഓണത്തിന് വർഷങ്ങളായിട്ട് ഇത് ആൾക്കാർ ഉണ്ടാക്കണതാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി ഇത് വിൽക്കും. പിന്നെ ചേച്ചിയായി, ഞാനും ചേച്ചിയുടെ കൂടെ പോകുമായിരുന്നു. ചെറുപ്പത്തിൽ വിൽക്കാൻ പോകുമായിരുന്നു. ഇപ്പം ഞാൻ പോകും, 2-3 ദിവസം കഴിയുമ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന രൂപങ്ങൾ നഗരത്തിന്റെ വിവിധ മേഖലകൾ എത്തിച്ചാണ് കച്ചവടം. ഒരു പൂക്കളത്തിന് വേണ്ട വസ്തുക്കളെല്ലാം സെറ്റായിട്ടാണ് ലഭിക്കുക. 200 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള ഓണത്തപ്പന്മാരെ ലഭിക്കും. വലിപ്പത്തിനനുസരിച്ചാണ് വിലയിൽ മാറ്റമുണ്ടാവുക. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെങ്കിലും ഇത് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കാൻ കാര്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.